ഞാൻ എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ്. മിഞ്ഞാന്നാണ് തന്നതെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് ചെയ്യെങ്കിൽ മിഞ്ഞാന്ന് തന്നതാണ്. ഞാൻ കത്ത് തുറന്ന് നോക്കിയില്ല. അതിനകത്ത് എന്ത് എഴുതി എന്നുള്ളത് എനിക്കറിയില്ല. പോയി വന്ന് കത്ത് വായിച്ചതിന് ശേഷം അറിയിക്കുക. ഓക്കെ, റൈറ്റ്. അകത്തുണ്ട്. കത്ത് ഞാൻ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ കത്തുകളെ മിഞ്ഞാന്ന് തന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചു. വൈഫ് ചോദിച്ചാൽ പറഞ്ഞ് കത്ത് ഇവിടെ ഉണ്ട്, വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തുറന്നിട്ടില്ല. ഞാൻ കത്ത് വായിച്ചിട്ടില്ല. ഉറപ്പായിട്ട് KPCC ഇടപെടേണ്ടതാണ് ആ വിഷയമെങ്കിൽ നിശ്ചയമായും ഇടപെട്ടിരിക്കും. ഏത് കൊമ്പത്തിരിക്കുന്ന ആളായാലും പാർട്ടിയുടെ വിരുദ്ധ നടപടിയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും, അതേക്കുറിച്ചുള്ള നടപടിയും ഉണ്ടാവും. അത് നോക്കാം, എത്രമാത്രം സത്യം. അദ്ദേഹം പറഞ്ഞതിന് സത്യമാവണമെന്നൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കാൻ മാത്രം ഒരാളിവിടെ ഈ ഭൂമിമണ്ഡലത്തിൽ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങളത് നോക്കാം, ഞങ്ങളത് പഠിക്കും, ഞങ്ങളത് അന്വേഷിക്കും. അങ്ങനെ റിപ്പോർട്ട് കിട്ടിയെങ്കിൽ അതിനെ പുറത്ത് നടപടി ഉണ്ടാകും. ഈ വിഷയത്തിൽ നേരത്തെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നല്ലോ പരിശോധിക്കാനായിട്ട്. അപ്പോൾ ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല ഇതുവരെ. കമ്മിറ്റി വെച്ചു എന്നുള്ളത് ശരിയാണ്, KPCC വെച്ചതാണ്. ആ കമ്മിറ്റീൻ്റെ അകത്ത് അവർ എല്ലാ വിഷയങ്ങളും പഠിച്ചു. എന്താണ് അതിൻ്റെ കഥ എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ പുതിയൊരു കത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശദമായിട്ടുള്ള വേറൊരു കമ്മിറ്റി അല്ല, സ്വാഭാവികമായി ഇനി അതൊരു അത്യാവശ്യമായിട്ട് വന്നല്ലോ. അതുകൊണ്ട് ഞങ്ങളത് അന്വേഷിക്കും, KPCC അന്വേഷിക്കും. ഒരിക്കലും ശരിയല്ല. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ലീഗായാലും ആ സാമ്പത്തികമായ നടപടിക്രമങ്ങൾ കൃത്യമായും സത്യസന്ധമായും ചെയ്യുക എന്നതാണ് ഞങ്ങളൊക്കെ പഠിച്ച പൊതു രാഷ്ട്രീയം. അങ്ങനെയാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ചവർ അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരും. അത് ആർക്കായാലും ബാധകമാണ്. ഞങ്ങളത് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ചിട്ട് അതിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും.